നിങ്ങളുടെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണം ഇനി ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സാൻ ഫ്രാൻസിസ്കോ കമ്പനിയായ മാരത്തോൺ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ലാബിൽ ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഗോൾഡിന്റെ പ്രൈസ് കുറയാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് ഒരു അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ മൾട്ടിപ്പിൾ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ കാശ് ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എല്ലാ വർഷവും 7 to 8% ഇൻകം നിങ്ങൾക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ദുബായിൽ ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ദുബായ് ഒരു ഗ്രോയിങ് എക്കോണമിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് എങ്ങനെയാണോ കൂടുന്നത് അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പ്രൈസും ഈസി ആയിട്ട് കൂടും. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫൈ ചെയ്യാൻ നോക്കുക. ഒരു അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ മൾട്ടിപ്പിൾ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അത് മാത്രമല്ല, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ നിങ്ങൾ മറക്കരുത്. സോ അതുകൊണ്ടൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേരാം. നിങ്ങളുടെ കയ്യിലും കഴുത്തിലും കിടക്കുന്ന സ്വർണ്ണം ഇനി ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സാൻ ഫ്രാൻസിസ്കോ കമ്പനിയായ മാരത്തോൺ ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ലാബിൽ ഗോൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഗോൾഡിന്റെ പ്രൈസ് കുറയാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് ഒരു അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ മൾട്ടിപ്പിൾ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ കാശ് ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. എല്ലാ വർഷവും 7 to 8% ഇൻകം നിങ്ങൾക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ദുബായിൽ ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ. അത് മാത്രമല്ല, ദുബായ് ഒരു ഗ്രോയിങ് എക്കോണമിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന്റെ പ്രൈസ് എങ്ങനെയാണോ കൂടുന്നത് അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പ്രൈസും ഈസി ആയിട്ട് കൂടും. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫൈ ചെയ്യാൻ നോക്കുക. ഒരു അസറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ മൾട്ടിപ്പിൾ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അത് മാത്രമല്ല, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ നിങ്ങൾ മറക്കരുത്. സോ അതുകൊണ്ടൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേരാം.